അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9,500 രൂപ 600 രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കണം. സർക്കാരിൻ്റെ നിലപാട് അതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. ഞാൻ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കണ്ടപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെൻറ്റീവ്സിൻ്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇതിനായിട്ട് സമരം ചെയ്യാത്തത്? 7,000 രൂപയിൽ 6,400 രൂപയും കൊടുത്ത കേരള സർക്കാരിന് മുഴുവൻ പുലഭ്യം പറയുക, കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാതിരിക്കുക, എന്നിട്ട് എഡിറ്റോറിയൽ എഴുതണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് മാറിച്ചു കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ചുമതലയില്ലെന്ന്. അത് ശരിയല്ല. ആശാപ്രവർത്തകരുടെ സേവനത്തെ വിലമതിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരും അത് സമ്മതിക്കും. രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. മറ്റുള്ളവർ ബഹുദൂരം പിന്നിലാണ്. കണക്കുകൾ ചർച്ചകൾക്കിടയിൽ വിശദമാക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ കേന്ദ്രം തന്നിട്ടില്ല. എന്നിട്ടും കുടിശ്ശിക 2 മാസത്തിനപ്പുറം പോകാതെ ഓണറേറിയം കൊടുത്തുകൊണ്ടേയിരുന്നു. ആശാപ്രവർത്തകർക്ക് നൽകാനുള്ള വകയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് 100 കോടി രൂപയാണ്. ഇത് തന്നാൽ ഇപ്പോൾ തന്നെ ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന നമ്മുടെ നാടിന് അത് അഭിമാനത്തോടെ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഒരു ചോദ്യം, ഒരു ചെറുവിഭാഗം ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് നടത്തുന്ന സമരം മിനിമം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലല്ലേ നടത്തേണ്ടത്? ദില്ലിയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കുകയല്ലേ കോൺഗ്രസ് നേതാക്കളും MP-മാരും ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ പൊതുവിൽ ചോദിക്കാത്ത ചോദ്യം ചോദിച്ചതാണ്. ആശാ വർക്കർമാർ അവർ തൊഴിലാളികളല്ലേ? രാജ്യം എന്തുകൊണ്ടവരെ ആ നിലയിൽ അംഗീകരിക്കുന്നില്ല? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടവരെ തൊഴിലാളിയായി അംഗീകരിക്കുന്നില്ല? നമ്മുടെ നാട് ആ നിലയിൽ തന്നെ അവരെ കണ്ടുകൊണ്ടാണ് അവരുടെ ഓണറേറിയം രാജ്യത്ത് തന്നെ ഏറ്റവും മുന്തിയ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നക്കാപ്പിച്ചയാണ് രാജ്യത്തെ ഈ ആശാ വർക്കർമാരുടെ സഹോദരങ്ങളായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാർക്ക്, നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാരുടെ സഹജീവികളായിട്ടുള്ള മറ്റ് ആശാ വർക്കർമാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും നക്കാപ്പിച്ച പൈസയാണ് ലഭിക്കുന്നത്. അവരെ തൊഴിലാളികളായി അനൗൺസ് ചെയ്യാൻ, പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു രാജ്യ ഭരണകൂട സമീപനം നിൽക്കുമ്പോൾ അതടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളോട് പോരടിക്കുന്നതിന്, ഫൈറ്റ് ചെയ്യുന്നതിന് തയ്യാറാകാതെ കേവല രാഷ്ട്രീയത്തിലേക്ക് പരിമിതപ്പെടുകയാണോ ഒരു വലിയ സമൂഹത്തെ, അല്ലെങ്കിൽ ആ സമൂഹത്തെ ആകെ ആ നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ചെറുവിഭാഗത്തിൻ്റെ സമരത്തിലൂടെ തിരുവനന്തപുരത്ത് ചെയ്യേണ്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അക്ഷരാർത്ഥത്തിൽ ഉയർത്തിയത് തിരുവനന്തപുരത്തെ ഈ ചെറുവിഭാഗത്തിൻ്റെ സമരം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകളും വസ്തുതകളും രേഖകളും ഒക്കെ പുറത്തു വരുന്നതും ചർച്ചയാകുന്നതും. കേരളത്തിൻ്റെ മികവും തനിമയും കൂടുതൽ ചർച്ചയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന് യഥാർത്ഥത്തിൽ ഇത് വഴിവെക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരം നേരും നുണയും എന്ത് എന്ന് പരിശോധിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KN ഗോപിനാഥ്, CITU, ഡോക്ടർ സോയ ജോസഫ്, കോൺഗ്രസ്, MP പ്രഭാവതി, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ ആദ്യം പ്രഭാവതിയിൽ നിന്ന് തന്നെ ഈ ചർച്ചയിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘടന പ്രഭാവതി ജില്ലകളിലുടനീളം സമരം ചെയ്തു. നിങ്ങളുടെ സഹജീവികളായിട്ടുള്ള ഒരു വിഭാഗമല്ലേ അപ്പോൾ തിരുവനന്തപുരത്തും സമരം ചെയ്യുന്നത്? ആ സമരത്തോട് നിങ്ങൾക്ക് വിയോജിപ്പും നിങ്ങൾ തന്നെയും സമരരംഗത്ത് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണല്ലോ. എന്താണ് അതിലെ വ്യത്യാസം? നമ്മുടെ ഇന്ത്യയിൽ ആകെ 10 ലക്ഷത്തോളം ആശമാരാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10 ലക്ഷം ആശമാരെയും ജീവനക്കാരായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിൽ 26,125 ആശമാരാണുള്ളത്. അതിൽ ഇപ്പോൾ നിലവിൽ 7,000 രൂപ ഓണറേറിയവും 3,000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും അതർ ഇൻസെൻറ്റീവും എല്ലാം കൂടി ചേർന്നിട്ട് 13,200 രൂപ ശരാശരി ഒരാഴ്ചയ്ക്ക് ലഭ്യമാകുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റ് ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 1000 രൂപ അധികമായി ലഭിക്കുന്നുമുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 6-ാം തീയതിയും 7-ാം തീയതിയും DHSന് മുമ്പിൽ CI2 നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഗവൺമെൻറ് പരിഹാരമാക്കി തന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഓണറേറിയം വർധനവും അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ്. CI2 നേതൃത്വം കൊടുക്കുന്ന ആശാ ഫെഡറേഷൻ കഴിഞ്ഞ 16 വർഷക്കാലമായി പാർലമെൻറ്റിന് മുമ്പിൽ സമരത്തിലാണ്. ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ 10 ലക്ഷം ആശമാർക്കാണ് അതിൻ്റെ ഗുണമുണ്ടാകുക. കേരളത്തിലെ 26,000 പേർക്ക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലേക്കല്ലേ ആ സമരം നടത്തേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ രാജ്ഭവൻ്റെ മുമ്പിലേക്കോ പാർലമെൻറ്റിൻ്റെ മുന്നിലേക്കോ സമരം വേണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നടത്തുന്ന എന്ന് പറഞ്ഞാൽ നിയമസഭ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന ഈ സമരം, ആ സമരം ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്നതിന് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഹോണറേറിയം നൽകുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തെ വീണ്ടും ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിലൊരു കപട രാഷ്ട്രീയ നാടകം ഇല്ലേ എന്നുള്ളത് തന്നെയാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രഭാവതിയോട് തന്നെയാണ്. പ്രഭാവതി, നിങ്ങളുടെ സംഘടന 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരുള്ള കേരളത്തിൽ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് CI2 ആണോ? നിങ്ങളൊക്കെ ഇന്ന് സമരരംഗത്തിറങ്ങിയതുകൊണ്ടുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളിലൂടെയും മറ്റും മനസ്സിലാക്കിയത് SUCI അനുഭാവമുള്ള ഒരു സംഘടന. അവരുടെ നേതാവൊക്കെ സമരസമിതി നേതാവ് എന്ന നിലയിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രിക്കും മന്ത്രിയുടെ ഭർത്താവിനുമെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന ആരോപണം വന്നു. അതിനെതിരെ നിയമ നടപടിയുമായി മന്ത്രി പോയി. മന്ത്രി ഇന്നും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ സമരത്തിനിറങ്ങുമ്പോൾ നിങ്ങളോടൊക്കെ മറ്റ് സംഘടനകളുമായി, ഈ രംഗത്ത് തന്നെയുള്ള മറ്റ് സംഘടനകളുമായി ഇവർ ആലോചന നടത്തിയിരുന്നോ? അപ്പോൾ ഈ വസ്തുതകൾ, ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ഈ വസ്തുതകൾ അവരോട് പറഞ്ഞോ? യോജിച്ച സമരം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണല്ലോ നടത്തേണ്ടത്. രാജ്യത്താകെ 10 ലക്ഷത്തോളം ആശാ വർക്കർമാർ, വളരെ തുച്ഛമായ, അതിൽ തന്നെയും ഏറ്റവും മികവോടെ ഓണറേറിയം കിട്ടുന്നത് കേരളത്തിലാണ്. പക്ഷേ ഒരു പൊതുസമരം, അത് കേന്ദ്രത്തിൻ്റെ നിലപാട് തിരുത്തിക്കാൻ കേരളത്തിനകം അടക്കം 100 കോടി കേരളത്തിന് തരാനുമുണ്ട്. അപ്പോൾ അങ്ങനൊരു സമരത്തിൻ്റെ, ഒരു യോജിച്ച സമരത്തിൻ്റെ സാധ്യത എന്തുകൊണ്ട് നിങ്ങൾ തേടിയില്ല? അതിനൊരു സാധ്യതയുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കേരളത്തിൽ 26,125 ആശമാരുള്ളതിൽ 20,150 പേർ CI2-ലാണുള്ളത്. ഇന്ന് പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വമ്പിച്ച സമരം കേന്ദ്ര ഓഫീസിന് മുന്നിലേക്ക് നടന്നിട്ടുണ്ട്. ആ സമരം കണ്ടാലറിയാം ഏതാണ് അനുയോജ്യമായ സമരം, ആരാണ് ആശമാരെ നിലനിർത്തേണ്ടത്, ആരാണ് ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് എന്നുള്ളത് ആ ജില്ലകളിലൊക്കെ തന്നെ നടന്ന സമരം കൊണ്ട് നമുക്ക് വ്യക്തമാകും. ഈ പങ്കെടുത്തവരെല്ലാവരും തന്നെ ആശമാരാണ്. അതിനകത്ത് പുറത്തുനിന്ന് ഒരാളെ പോലും നമ്മൾ പങ്കെടുപ്പിക്കില്ല. കാരണം പ്രവർത്തകരായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, സംയുക്തമായി നമുക്ക് ഈ സമരം എന്തെന്ന് നടത്താൻ ആലോചിച്ചിരുന്നു? അങ്ങനെ ഒരു സമരം നമ്മൾ സംയുക്തമായി ആലോചിച്ചില്ല. കാരണം CI2 നേതൃത്വത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ സമരത്തിലാണ്. ആ സമര മേഖലയിലൊന്നും തന്നെ ഇത്തരം സംഘടനകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് നമ്മൾ ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങളെയും കൂടി വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സാധാരണ വരാറുണ്ട്. പക്ഷേ ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് ഇതുവരെ ഒരു സാധ്യത നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ സോയ, ഇത് ഇപ്പോൾ ഏതായാലും ഈ ചർച്ച വളരെ വൈകാരികമായും മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെയും ഒക്കെ അങ്ങനെ പൊലിപ്പിച്ചു നിർത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിയുന്നതോടെ ഈ സമരം എന്തിനു വേണ്ടി, ഈ സമരം ഈ നിലയ്ക്കാണോ ചെയ്യേണ്ടത്, അതിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടോ, അതിൻ്റെ പൊരുളെന്താണ്, കണക്കെന്താണ്, വസ്തുത എന്താണ്, ഇത് പുറത്തു വരുമ്പോഴാണ് വളരെ വളരെ ജെനുവിനായൊരു പ്രശ്നങ്ങൾ പലതും നമ്മൾ അറിയുന്നത്. 100 കോടി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തിന് കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്.
ഇത് മുൻപ് പല മേഖലകളിലും ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഇവിടെയും ചെയ്തു. എന്നിട്ടും 2 തവണയ്ക്കപ്പുറം കുടിശ്ശിക പോകാത്ത വിധം ഓണറേറിയം കൊടുത്തുകൊണ്ടിരുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കണക്കുകൾ നമുക്ക് പിന്നാലെ പരിശോധിക്കാം. UDF സർക്കാരിൻ്റെ കാലത്ത് 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി. അതിനു മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ് ഓണറേറിയത്തിലേക്ക് വന്നത്. 500-ൽ നിന്ന് 1000-ആയി. പിന്നീട് വന്ന സർക്കാർ 1000-ൽ നിന്ന് 7000-ലേക്ക് കൊണ്ടുവന്നു. 13,500 രൂപ ഒരു ആശാ വർക്കർക്ക് 26,000 പേര് വരുന്ന കേരളത്തിലെ ആശാ വർക്കർമാരിൽ ഒരാളുടെ കയ്യിലെത്തുമ്പോൾ അതിൽ 9,600 രൂപ അത് സ്റ്റേറ്റിൻ്റെ വിഹിതത്തിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഫണ്ടായി കിട്ടുന്നതാണ്. ഏതായാലും ഈ സമരം കൊണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനിട വന്നു. എന്നാൽ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാരെ ഒരു തൊഴിലാളിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല. സമരം ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ആ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയല്ലേ? കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയല്ലേ? സമരവേദി അവിടെ മാറില്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ? അവിടെയാണ് അതിന് താല്പര്യമില്ലാതെ വരുന്നിടത്താണ് ഇതിലെ ഒരു നിക്ഷിപ്ത താല്പര്യമെന്ന പ്രശ്നം തിരുവനന്തപുരത്തെ സമരത്തിനും ആ സമരത്തെ പിന്തുണയ്ക്കുന്ന SUCIക്കും ആ പിന്തുണയ്ക്കൊപ്പം ചേരുന്ന കോൺഗ്രസിനും നേരിടേണ്ടി വരുന്നത്. ഡോക്ടർ സോയ. അല്ല, തീർച്ചയായും ആശാ വർക്കർമാരെന്ന് പറയുന്ന സമൂഹത്തിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ, അല്ലെങ്കിൽ 10 ലക്ഷത്തോളം വരുന്ന ആളുകളെ കുറെ കൂടെ ഗൗരവകരമായി പരിഗണിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കുറെ കൂടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, കാരണം ഈ പറയുന്നത് പോലെ ജീവനക്കാരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, മറ്റു ആനുകൂല്യങ്ങൾ, ഒരു സ്ഥിര ജോലിക്ക് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ വലിയ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും കാരണം കാലക്രമത്തിൽ അതൊക്കെ പുരോഗമിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒരു കാര്യം അവതരിപ്പിക്കപ്പെടുന്നു, അതിന്റെ ഭാഗമായി കോവിഡ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വലിയ കോൺട്രിബ്യൂഷനുകൾ ചെയ്തിട്ടുള്ള മനുഷ്യരായി അവർ മാറി. ഇപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സർവീസായി ഇത് രൂപപ്പെട്ടു. കാരണം എല്ലാ ഗ്രാമങ്ങളിലും, കാരണം നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായി, ഒരു ക്രൈറ്റീരിയയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെ പലതരത്തിൽ അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ തീർച്ചയായും അവർ അംഗീകരിക്കപ്പെടേണ്ട സമൂഹമാണ്. അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ വലിയ ഉന്നമനം ഉണ്ടാകേണ്ട കാര്യമാണ്. അക്കാര്യത്തിലൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി, അല്ലെങ്കിൽ അത്തരം ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, അവർക്ക് കുറെ കൂടെ കാര്യക്ഷമമായിട്ടുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സ്ഥിരതയുമായി ബന്ധപ്പെട്ടും വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ഒക്കെ കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തോടുള്ള സമീപനം, തുടക്കം മുതലേ ഉള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം വളരെ തെറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പൊ CITയുടെ നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ആശാ വർക്കേഴ്സ് ഫോറത്തിന്റെ ആണെങ്കിലും അത് കൂടാതെയുള്ള CITയുടെ നേതാവൊക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ നേതാവ് തന്നെ ശ്രീ എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തോട് കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആരോ ആവട്ടെ, എന്തോ ആവട്ടെ, അല്ലെങ്കിൽ അവർ ന്യായമായ ആവശ്യങ്ങളായത് കൊണ്ടാണല്ലോ ഈ 18ാമത്തെ ദിവസം ആ കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായത്. അത് അന്യായമാണെന്നൊന്നും പറഞ്ഞു വെക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ സമരത്തെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം സമരത്തോട് ഒരു കുറെ ഇർക്കിലി സംഘടനകൾ എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് CPM പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം പോലെയുള്ള സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു സാമൂഹ്യ സമര സംഘടനകളുടെ പരിസരത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസ് സംഘടനകളും സമരത്തോട് കാണിക്കുന്ന ഈ ഒരു പ്രതികരണം അങ്ങേയറ്റം മോശപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നീട് LDFന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം മോശപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരം സമീപനങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കുറെ കൂടെയൊക്കെ മാന്യമായ സമീപനം സ്വീകരിക്കണമായിരുന്നു. കുടിശ്ശികയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നാം ചിന്തിക്കുന്നത് പോലെയല്ല. ആശാ വർക്കർമാർ എന്ന് പറയുന്നത് അവർക്ക് നിരന്തരം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആശാ വർക്കറുമായി സംസാരിച്ചു. അവര് പറയുന്നത് 2 ബസ് കയറി വേണം എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ. ആ 2 ബസ്സിനുള്ള കാശ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ കാര്യമല്ല. 232 രൂപ എന്ന് പറയുന്ന അവരുടെ അവർക്ക് നൽകുന്ന ആ ദിവസത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ 232 രൂപ എന്ന് പറയുന്നത് ബസ് ചാർജ് ഉൾപ്പെടെയുള്ള, നിങ്ങൾ
പിന്നെ വർദ്ധിപ്പിച്ചതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തും ഈ നാട്ടിലും വില കൂടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടോ? അത് നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ ഉൾപ്പെടെ, ബസ് സർവീസ് ഉൾപ്പെടെയുള്ള, പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉൾപ്പെടെ, നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ, ആശുപത്രികളുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്ത് മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാവുന്ന ചെലവുകൾ വളരെ ഗണ്യമായി ഉയർന്നിട്ടില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ അവർ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. അവിടെയല്ലേ ഡോക്ടർ സോയ, ഡോക്ടർ വസ്തുത സോയ, അവിടെയല്ലേ നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും വെറും പക്ഷപാതപരമാണ് എന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്നത്? ഇത് ഈ പറഞ്ഞതുപോലെ ആശാ വർക്കർമാരുൾപ്പെടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും അത്രമേൽ പണമുള്ള മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ 1 രൂപ വേതനം വർദ്ധിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിനൊരു സംസ്ഥാനത്തിന് കഴിയാത്ത വിധം നിങ്ങളിങ്ങനെ കോടിക്കണക്കിന് രൂപ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 100 കോടി രൂപ ഇക്കാര്യത്തിൽ കുടിശ്ശിക വരുത്തുന്ന സമീപനം തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനോഭാവം, ഒരു താല്പര്യവും, അത് അങ്ങനെ വന്നാലേ സമരവേദി പോലും മാറുമെന്നേ. അതാണ് സോയ ഞാൻ പറയാം, അങ്ങനെ വന്നാൽ സമരവേദി പോലും മാറും. ഇത് പറയുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കൾ, ഇത് പറയുന്നില്ല. മാധ്യമങ്ങളെ അടക്കം ഏകപക്ഷീയമായി വേറൊരു ചാലിലൂടെ കൊണ്ടുപോകല്ലേ സോയ? സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്നെ സംബന്ധിച്ചത് ഒട്ടുമില്ല. അല്ല, അത് ശരിയാണ് കേട്ടോ. താങ്കൾ ആദ്യം മുതൽ കുറെ കൂടി ഈ പറഞ്ഞ കേന്ദ്ര സമീപനത്തിലെ പോരായ്മകളൊക്കെ അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് ഞാനത് പ്രത്യേകം തന്നെ കാണുന്നുണ്ട്, ശരിയുമാണ്. പക്ഷേ ഈ വിഷയത്തെ ഒരു കേരളത്തിനകത്തെ ഇപ്പോഴത്തെ ഒരു സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ കോൺഗ്രസ് പരിമിതപ്പെട്ട് കാണുന്നു എന്ന ഗൗരവമായ സാഹചര്യം, രാഷ്ട്രീയ വിമർശനം നിങ്ങളുടെ നേതൃത്വം നേരിടുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഇല്ല, അത്തരത്തിലൊരു വിമർശനത്തെ അങ്ങനെ കാണരുത്. ഇപ്പം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ താങ്കൾ ആവർത്തിച്ച് പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കർണാടകയൊക്കെ വളരെ മികച്ച രീതിയിൽ. ഇപ്പൊ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്, വളരെ മികച്ച രീതിയിൽ ഓണറേറിയം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. ഇത് നമ്മൾ കേവലം രാഷ്ട്രീയ സംസാരിക്കേണ്ട കാര്യമല്ല. ഇത് മനുഷ്യന് കിട്ടുന്ന വേതനത്തിന് കണക്കുള്ളതാണ്, അത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമല്ല. സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്നിരിക്കുക. സോയ പറയൂ, കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഓണറേറിയം എത്ര? 9,500 രൂപ അവർ നൽകുന്നുണ്ട് കർണാടകയില്. അതെ, 5,000 രൂപ. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. 5,000 രൂപ ഓണറേറിയം. 5,000 രൂപ അല്ല, 9,500 രൂപ അവർ കണക്ക് പ്രകാരം നൽകും. ഇല്ല, കിട്ടുന്നില്ല. 7,000 വന്നാലേ ഈ പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന 13,500 കണക്കും ഇവിടുത്തെ ആശാ വർക്കർമാർ അവര് തന്നെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പറയുന്നതല്ല. അതൊരു നല്ല ടാക്ടിക്സ് അല്ല. കാരണം കിട്ടുന്ന മനുഷ്യർ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു. പല കാര്യങ്ങളും പറഞ്ഞ് ഇവരുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈടാക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത്. ശരി, ഞാൻ വരാം. കഠിനമായ ജോലി തന്നെയാണ്. അല്ല, അത് വേറെ കാര്യം, അതിലൊന്നും സംശയമൊന്നുമില്ലെന്നേ. ഞാൻ ആദ്യ വരിയിൽ തന്നെ പറഞ്ഞതാണ്, കേരളം അത്രമേൽ ഗൗരവത്തോടെ താല്പര്യത്തോടെ കാണുന്ന വിഭാഗം തന്നെയാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. മെമ്പർമാർ AC റൂമിൽ ഇരുന്ന് അവർ ചെയ്യുന്ന പണിക്ക് ഇത്രയും ലക്ഷക്കണക്കിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ പാവപ്പെട്ട പൊരിവെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആശമാരുടെ സമരത്തോട് എന്തിനാണ്? നേതാവിലേക്ക് പോവാം. ഞാൻ വരാം. ശ്രീ ഗോപിനാഥൻ, ഈ കണക്കുകൾ നമുക്ക് രണ്ടാം റൗണ്ടിൽ കണക്കുകൾ പരിശോധിക്കാം. പക്ഷേ എങ്കിലും സോയ ജോസഫ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കണക്കുകൾ രേഖയെടുത്തത്. ഇത് കണക്കുകളാണ്, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളല്ല. കണക്കുകൾ കൃത്യമായി സംസാരിക്കും. ആ കണക്കുകൾ പ്രകാരം എൻ്റെ കയ്യിൽ 27 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മളിന്ന് ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഇത് കണക്ക് വെച്ചുള്ള ചർച്ചയായതുകൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചതാണ്, പരിശോധിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കർണാടകം മാത്രം എടുക്കുകയാണ്. കർണാടകത്തിന് 5,000 രൂപയാണ് ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ലിസ്റ്റ് പ്രകാരം കാണാം. 5,000 കൊടുത്താൽ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ആശാ വർക്കർക്ക് 9,600 രൂപ കയ്യിൽ കിട്ടുന്നത് കർണാടകത്തിൽ കിട്ടില്ല. അതിലും എത്രയോ പരിതാപകരമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി. കണക്കുകൾ പിന്നാലെ പറയാം. ഇവിടെ 2-3 പ്രശ്നങ്ങൾ ശ്രീ ഗോപിനാഥൻ, ഡോക്ടർ സോയ എന്ന കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് അവസാനം പറഞ്ഞു നിർത്തിയ സമീപനത്തിലെ പ്രശ്നമാണ്.
സംസ്ഥാനമാണ്. PSC ഉദാഹരണമായി അവതരിപ്പിച്ചു. 2, CITU ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എളമരത്തിൻ്റെ പ്രസ്താവന ഇടതുപക്ഷത്തിന് സമരത്തോടുള്ള സമീപനം ഇങ്ങനെയാണോ എന്ന ചോദ്യം കോൺഗ്രസ്സിന് പോലും ചോദിക്കും. കാരണം കോൺഗ്രസ് ആ സമരം നേരിട്ട് ചെയ്യുന്നില്ല. SUC അനുഭാവമുള്ള ഒരു സംഘടന ചെയ്യുന്ന സമരത്തോടൊപ്പം അനുഭാവം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നിൽക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ്സിന് പോലും ചോദിക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന്, CPM-ന്, CITU-ന് തൊഴിലാളി സമരത്തോടുള്ള സമീപനം ഇതാണോ എന്ന് ചോദിപ്പിക്കാൻ കഴിയുന്നൊരവസരം ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചോ? അപ്പോൾ സമരം കൊണ്ട് ഓണറേറിയത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു എന്നുകൂടി ഡോക്ടർ സോയ പറയുന്ന സാഹചര്യം, അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ അവർക്കൊരു അവസരം ഒരുങ്ങിയോ? ഇതൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ. CITU പ്രതിനിധി എന്ന നിലയിൽ ശ്രീ ഗോപിനാഥൻ മറുപടി. ഞാൻ പറഞ്ഞ ആശാ വർക്കർമാരെന്നല്ല, ഒരു വിഭാഗം തൊഴിലാളികളെയും ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയല്ല CITU. CITU അതേ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CPIM-ഉം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരിക്കലും തൊഴിലാളി പ്രസ്ഥാനത്തെയോ തൊഴിലാളികളെയോ അവരുടെ അവകാശ സമരങ്ങളെയോ ഒരിക്കലും ടോർപ്പിഡോ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളല്ല. ഞങ്ങളത് ആധികാരികമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഇപ്പോൾ കോൺഗ്രസ് ഒരു ചെലവുമില്ലാതെ ഇപ്പോൾ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 1 കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം അട്ടിമറിച്ചു. അത് 60-40 എന്നുള്ള നിലയിൽ ഫ്ലെക്സിബിൾ അക്കൗണ്ടിങ് ട്രാൻസ്ഫർ വരെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതിന് മസ്റ്ററിങ് വേണം, കളറിങ് വേണം, നരേന്ദ്രമോദിയുടെ പടം വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് NHM പദ്ധതി അടക്കം ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വാചകമെങ്കിലും എഴുത്ത് കേരളത്തിൽ നിന്നുള്ള MP-മാർ അവിടെ പറയണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ആശാ വർക്കർമാരുടെ ഒരു കൂട്ടം ആശമാരിപ്പോൾ നടത്തുന്ന ഈ സമരത്തെ അവരുടെ മുദ്രാവാക്യങ്ങൾ ന്യായമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ചോദ്യം ആ മുദ്രാവാക്യം കേരള ഗവൺമെൻറ്റിനോടല്ലല്ലോ ചോദിക്കേണ്ടത്. കേരള ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളും കേരള ഗവൺമെൻറ്റിനോട് സമരം ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുദ്രാവാക്യങ്ങൾ വച്ചിട്ടുണ്ട്, ഓണറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉപാധിരഹിത ഓണറിയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമായതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നടത്തുന്ന സമരക്കാരും പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറിയം കിട്ടുന്നത് കേരളത്തിലാണ്. 2006 VS ഗവൺമെൻറ് മുതൽ 5000 രൂപയായിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 2000 കൂടി വർദ്ധിപ്പിച്ച് അത് 7000 ആക്കിയിട്ടുണ്ടെന്നും കഴിഞ്ഞ CITU-ൻ്റെ സമരത്തിന് ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് മന്ത്രി ശൈലി സർവേ നടത്തുന്നതിന് ഇനിയും അഡീഷണലായിട്ട് 2000 രൂപ വേരിയബിൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കാര്യം ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കാം. ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം മാത്രം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കേരളത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ആശാ വർക്കർമാരുടെ ഓണറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം അന്യായമാണെന്നല്ല. പക്ഷേ കോൺഗ്രസ് ധാർമ്മികമായി കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ഈ സമരത്തിന് പിന്തുണ കൊടുക്കാനോ ആശമാരെ സംബന്ധിച്ച് പറയാനുള്ള അവകാശമില്ല കേട്ടോ. INTUC-ക്ക് വേണമെങ്കിൽ പറയാം, കാരണം INTUC സമരം ചെയ്യാറുണ്ട്, INTUC സമരം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. അതുകൊണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായും ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയ് 4-ാം തീയതി ഇപ്പോൾ നിങ്ങൾ യോജിച്ച സമരത്തിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് ഐസക് സാവ് പറയുന്നത് കേട്ടു. വളരെ ന്യായമാണ്. ആശാ വർക്കർമാരടക്കം എല്ലാ സ്കീമുകളെയും അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരായ മുദ്രാവാക്യം ഉൾപ്പെടെ ഇന്ത്യയിലെ മിനിമം വേജസ് മാക്സിമം 26,000 ആക്കി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ചേർത്തുകൊണ്ടും പെൻഷൻ, ആശമാർ പെൻഷൻ ചോദിക്കുന്നുണ്ട്, റിട്ടയർമെൻറ്റ് ആനുകൂല്യം, അത്തരം കാര്യങ്ങളെല്ലാം ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശമാരുടെ മാത്രമല്ല അംഗൻവാടി, മിഡ് ഡേ മീൽ അടക്കം കമ്പനി തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയൊക്കെ അടക്കം എല്ലാ കാറ്റഗറിയും ചേർന്നുകൊണ്ടുള്ള മുദ്രാവാക്യത്തിലാണ് ഞങ്ങൾ ഇതിനെല്ലാം പാരവയ്ക്കുന്ന ലേബർ കോഡ് അടക്കം പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയ് മാസത്തിൽ ശക്തമായൊരു പണിമുടക്കിലേക്ക് വരാൻ പോവുകയാണ്. ഫെബ്രുവരി 18-ാം തീയതി ഡൽഹിയിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല. ഞങ്ങൾ എളമരം കരീം ഈ സമരത്തെ ആക്ഷേപിച്ചു, CITU ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പണിയെടുക്കുന്ന ആശാ തൊഴിലാളികളെയോ അല്ലെങ്കിൽ ആശാ തൊഴിലാളികളുടെ ഡിമാൻഡിനെയല്ല ആക്ഷേപിച്ചത്. ആ സമരം യഥാർത്ഥത്തിൽ ഇത്രമാത്രം ആശാ വർക്കർമാരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടല്ലല്ലോ നിങ്ങൾ കൊണ്ടുവരുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതി അറിയാം. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ സമരം നിങ്ങൾ നടത്തി ഒത്തുതീർപ്പുണ്ടാക്കേണ്ടതായിരുന്നു. ആരോഗ്യമന്ത്രി മീറ്റിംഗ് വിളിക്കാതിരുന്നില്ലല്ലോ. ഇവിടെ ഡോക്ടർ സോയ പറഞ്ഞപ്പം മീറ്റിംഗ് പോലും വിളിച്ചില്ല, അവർ ജനാധിപത്യ സംവിധാനത്തിന് ആക്ഷേപിക്കുന്നു എന്നാണ് പറഞ്ഞത്. മീറ്റിംഗ് വിളിച്ചു, അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ മീറ്റിംഗ് വിളിച്ചിട്ട് CITU-കാരോട് പറഞ്ഞ കാര്യം തന്നെ ഞങ്ങളോടും പറഞ്ഞു, ഓണറിയം ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ CITU-കാരോട് ഓണറിയം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ഫെബ്രുവരി 7-ാം തീയതി നടന്ന ചർച്ചയിൽ പറഞ്ഞ അതേ മന്ത്രി 10-ാം തീയതി സമരം ആരംഭിച്ച പിറ്റേ ദിവസം മുതൽ 21,000 ആക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള നിലയിൽ ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാവണ്ടേ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അതല്ല, ആശമാരുടെ ചോര കുടിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെതിരെ ആക്രമിക്കുക.
ഇതാണ് അവരുദ്ദേശിക്കുന്നത്. ഇതൊരു മഴവിൽ സഖ്യം പോലെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ഐക്യദാർഢ്യ സമിതിയൊക്കെ വന്നു കഴിഞ്ഞു. ട്രേഡ് യൂണിയൻ രംഗത്ത് അങ്ങനെയൊന്നും വരേണ്ട ഒരു കാര്യമില്ല. ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നിന്ന് സമരം നടത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് കൊണ്ടുപോകുന്നതിനെതിരെയാണ് സമരപ്രസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റായ എളമരം കരീം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പല്ലും നഖം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ തൊഴിലാളി നേതാവാണ് രാജ്യസഭാ ഉപനേതാവായിട്ടുള്ള എളമരം കരീം. എളമരം കരീമിനെ അങ്ങനെ ചെറുതാക്കി നിങ്ങളെ ഒറ്റപ്പെടുത്തി ആക്ഷേപിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും 20,000-ഓളം മെമ്പർഷിപ്പുള്ള CITU എന്നുള്ളൊരു പ്രസ്ഥാനം ഇവിടെ ഉള്ളപ്പോൾ ആ CITU അംഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു വ്യാമോഹത്തിലേക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഇത് മനസ്സിലാക്കണം. സമരം കൂടുതൽ ശക്തമായി നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്കീം നടപ്പാക്കിയ 2005 എവിടെയെങ്കിലും ഓണറിയം സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, വരുമാനം മുഴുവനും കേന്ദ്രത്തിലേക്ക് പോവുകയും ചെലവുകൾ മുഴുവനും സംസ്ഥാനമാണ് വഹിക്കേണ്ടതെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി? എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഓണറിയം വർദ്ധിപ്പിച്ചാൽ 1000 രൂപയെങ്കിലും ഓണറിയം കൊടുക്കാമല്ലോ? ചെയ്തില്ലല്ലോ. ഗുജറാത്തിൽ 2000 രൂപയാണ് ഓണറിയം. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 2000 രൂപയാണ് ഓണറിയം. എത്രയോ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഗുജറാത്തിലെ BJP ഗവൺമെൻറ് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ. തെലങ്കാന ഗവൺമെൻറ്റാണ് സമരത്തിൽ അല്പസ്വല്പം ഒരു മാറ്റം ഉണ്ടാക്കാൻ തയ്യാറായത്. അതിനപ്പുറം വേറൊരു സ്റ്റേറ്റും ഇല്ല. ഇന്ന് ഓണറിയം പ്രത്യേകമായി എടുത്താൽ കേരളത്തിൻ്റെ അത്രയില്ല. ഇൻസെൻറ്റീവ് ഉൾപ്പെടെയാണ് 9,500 രൂപ തെലങ്കാനയിൽ കൊടുക്കുന്നത്. കർണാടകത്തിൽ 5,000 ഉള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതിലെ ആശാ വർക്കർമാരെയോ അവരുടെ തൊഴിലെയോ അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഇപ്പോൾ പറഞ്ഞു ഉപാധിരഹിതമായിട്ടുള്ള ഓണറിയം വിതരണം ചെയ്യണം. 10 കൽപ്പനകളാണ് ഇവർക്ക് ഈ 7,000 രൂപ തന്നെ കിട്ടാൻ വേണ്ടി മാറ്റിവെച്ചത് ഉദ്യോഗസ്ഥന്മാർ. മുഖ്യമന്ത്രി പറയാറുണ്ട് പോപ്പിനേക്കാൾ വലിയ റോമാക്കാരാവണ്ട. ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വരുന്ന ഫയൽ ഓരോ മനുഷ്യരുടെ ജീവിതമാണ്. അതിപ്പോൾ ആരോഗ്യമന്ത്രി കേൾക്കാൻ തയ്യാറായി. അത് CITUവിൻ്റെ സമരത്തെ തുടർന്ന് കേട്ടതാണ്. അതുകൊണ്ട് CITU തൊഴിലാളി പ്രസ്ഥാനമാണ്. CITUവിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സമരം ഇവിടെ നടത്താൻ തീരുമാനിക്കുമ്പോൾ CITU നേതാക്കന്മാർക്ക് അല്പം പ്രകോപനമൊക്കെ ഉണ്ടാവും. INTUCക്ക് ഉണ്ടാവില്ലേ? AITUCക്ക് ഉണ്ടാവില്ല. അവർ ഓരോരുത്തരും തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നവരല്ലേ? അവരെല്ലാം മൂലക്കിരുത്തിയിട്ട് ഒരു പ്രത്യേക ഇതിനെ മാധ്യമങ്ങളെല്ലാം കൂടി കലവറയില്ലാതെ പിന്തുണ. ആശാ വർക്കർമാരെ കുറിച്ച് ഇപ്പോൾ കണ്ണീര് പൊഴിക്കാൻ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ശ്രീ ഗോപിനാഥൻ, അതാണ് ഞാനും പറഞ്ഞത്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചരമകോളത്തിന്റെ പ്രാധാന്യമെങ്കിലും കൊടുക്കാറുണ്ടോ? അതുകൊണ്ടാണ് ശ്രീ ഗോപിനാഥൻ കണക്കുകൾ വെച്ച് ഉത്തരവാദിത്വത്തോടെ ചർച്ച ചെയ്യുന്ന നിലയിലുള്ളൊരു ബദൽ സ്പേസും കേരളത്തിലുണ്ട് എന്ന് മലയാളി തിരിച്ചറിയട്ടെ. ഈ ചർച്ച പോലും ആ നിലയിലാണ്. ആ നിലയിൽ മാത്രം ഇതിനകത്തേക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ അമിതമായ കടന്നുവരവിനപ്പുറത്തേക്ക് വസ്തുതകൾ പരിശോധിച്ച് തീർച്ചയായും അവർക്ക് ഉപാധിരഹിതമായ ഓണറേറിയം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നു, SDPI പിന്തുണയ്ക്കുന്നു. ആരെല്ലാമാണ് അവിടെ പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസും. കോൺഗ്രസിന് പിന്നെ ഒരു ലക്കും ലഗാനും ഇല്ലല്ലോ. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിന്തുണ കൊടുക്കാം. അത് പൊട്ടക്കണ്ണം മാവെന്ന് അറിയുന്ന പോലെ ഒരു മാങ്ങെങ്കിലും വീണ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ താല്പര്യം. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെയാണല്ലോ കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ആ താല്പര്യക്കാർ അവരുടെ നിക്ഷിപ്ത താല്പര്യം എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. അത് ഈ ആശാവർക്കർമാരോടുള്ള സ്നേഹമല്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിനകത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ, സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ, ഒരു സമരത്തിൻ്റെ ഇടം രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശോധനയ്ക്കപ്പുറം. അതുകൊണ്ടാണ് ഈ വസ്തുതകളോട് അടിസ്ഥാനപരമായി രാജ്യത്താകെയുള്ള ആശാ വർക്കർമാരുടെ ഒരു സമരം ഏറ്റെടുക്കേണ്ട അടിസ്ഥാനപരമായ സാധ്യതയുള്ള ഇടം എന്ന് പറയുന്നത് കേരളമാണ്. കാരണം മികച്ച നിലയിൽ അവരെ കാണുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ, മോഡി സർക്കാരിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തുടങ്ങേണ്ട ഇടം കൂടിയാണ് കേരളം എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത് ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സമരമാണ് എന്നുകൂടി തോന്നിപ്പിക്കുന്നുണ്ട്. അത് പറയാതെ പോകാനേ കഴിയില്ല. ഇതിനകത്ത് ഡോക്ടർ സോയയ്ക്ക് നിശ്ചയമായും വിയോജിപ്പുണ്ടെന്നും എനിക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞ കണക്കുകൾ കൂടി, ചില കണക്കുകൾ സംസ്ഥാനങ്ങൾ ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന കണക്കുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രഭാവതിയിലേക്കാണ് വരുന്നത്. ആ കണക്കുകൾ വെച്ചുകൊണ്ട് കുറേ കൂടി സംസാരിക്കാൻ കഴിയുന്നതും താങ്കൾ കാണുള്ളൂ. ഇതാ നോക്കൂ, അതിനകത്ത് ആൻഡമാനിൽ നിന്ന് തന്നെ തുടങ്ങാം. 500 രൂപ, ആന്ധ്ര 1000 രൂപ, അതേസമയം അരുണാചൽ പ്രദേശ് 2000, ബീഹാർ 1000, ഛത്തീസ്ഗഡിൻ്റെ കണക്ക് അതിനകത്ത് ആ കോളത്തിൽ അത് വന്നിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഡൽഹി 3000, ഗുജറാത്ത് 2500. 2000 എന്നാണ് നേരത്തെ ശ്രീ ഗോപിനാഥൻ പറഞ്ഞ്. ഗുജറാത്ത് 2500, ഹരിയാന 6100, ഹിമാചൽ പ്രദേശ് 4700, ജാർഖണ്ഡ് 1000, കർണാടക 5000. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളം 7000,
മഹാരാഷ്ട്ര 3500, മണിപ്പൂർ 1000, മേഘാലയ 2000, മധ്യപ്രദേശ് 4000, ഒഡീഷ 1000, പുതുച്ചേരി 3000, പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750. നേരത്തെ CIT പ്രതിനിധി ശ്രീ ഗോപിനാഥനും അത് സൂചിപ്പിച്ചു. അതേസമയം ഉത്തർപ്രദേശിലേക്ക് വന്നാൽ 1500, ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ 3000, ബംഗാളിലേക്ക് പോയാൽ 5250. ഇതാണ് ആധികാരികമായ ഓണറേറിയം സംബന്ധിച്ച രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഓണറേറിയത്തിൻ്റെ വിതരണം സംബന്ധിച്ച കണക്ക്. ഇതിൽ കേരളമാണ് 7000 രൂപ. അതാണ് പറഞ്ഞത്, 13500 രൂപ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആശാ വർക്കർക്ക് കേരളത്തിൽ വിവിധ ഇൻസെൻറ്റീവും അതിൻ്റെ സ്പ്ലിറ്റപ്സ് ഒക്കെ ഉണ്ട്. 9600 രൂപ കേരളത്തിൽ ഒരു ആശാ വർക്കർക്ക് ലഭിക്കും. അതുകൊണ്ടെല്ലാമായെന്നും അവിടെ നിർത്തണമെന്നും അല്ല ഞാൻ ഈ പറഞ്ഞു ആ വാദത്തെ അല്ലെങ്കിൽ ഈ കണക്കുകളെ ആ നിലയിലേക്ക് ദയവായി എടുക്കരുത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ട സപ്പോർട്ട്, പിന്തുണ കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിന് ആ കുടിശ്ശിക വരുത്തുകയും ചെയ്യുന്നു. അത് ചോദിക്കുകയും അതിനടക്കം ഒരു സാഹചര്യം ഒരുങ്ങിയാൽ നിശ്ചയമായും പുതിയ ഡിമാൻഡുകൾ കേരളം പരിഗണിക്കുമെന്ന കാര്യത്തിന് ഈ കണക്കുകൾ തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്? രാജ്യത്ത് ഇത്ര മികച്ച ഒരു നിലയിൽ ആശാ വർക്കർമാരെ ആദരവോടെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പ്രഭാവതിയുടെ തന്നെ ഒരു പ്രതികരണം മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അതായത് 8 മണിക്കൂർ ജോലി എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എത്രയോ മണിക്കൂറേക്ക് പോകുന്നു. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി വന്നാലും അതിൻ്റെ സർവേയും കാര്യങ്ങളും ഒക്കെയായി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. 8 മണിക്കൂർ എന്നതിനൊക്കെ അപ്പുറം നിങ്ങൾ പണിയെടുക്കുന്നു. പക്ഷേ നിങ്ങൾക്കതിനനുസരിച്ച് ആ പരിഗണന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. നിങ്ങളെ തൊഴിലാളികളായി അനുവദിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ തുച്ഛമായ പണം വാങ്ങി 10 ലക്ഷത്തോളം മനുഷ്യർ രാജ്യത്ത് ഇങ്ങനെ നരകിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ നിക്ഷിപ്ത താല്പര്യത്തോടെ ഈ വിഷയത്തെ കാണുന്നത്. ഞാൻ പ്രഭാവതിയോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണക്കുകൾ വസ്തുനിഷ്ഠമാണോ? താങ്കളുടെ അനുഭവത്തിൽ എന്ത് പറയും അതേക്കുറിച്ച്? തീർച്ചയായിട്ടും ഇത് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കാണ്. ഇപ്പം മുമ്പേ പറഞ്ഞു ആശമാരോടുള്ള സ്നേഹം. ശരിക്കും ഇപ്പോൾ ഈ നടക്കുന്ന ഒരു സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പ് നടക്കുന്ന സമരം ആശമാരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല. അങ്ങനെയെങ്കിൽ 17 വർഷമായി ജോലി ചെയ്യുന്ന യുവതികളായിട്ടുള്ള ആളുകൾ, അത് സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു 30 വയസ്സുള്ള ഒരാൾ ആശാപ്രവർത്തനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഏകദേശം 47 വയസ്സായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 60-62 വയസ്സാകുമ്പോൾ അവർ ഈ മേഖലയിൽ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ വലിയ ജോലികൾ ചെയ്തു തീർക്കുന്ന ഒരാൾക്ക് അവർ പെൻഷനിലേക്ക് പോകുമ്പോൾ ഒരാനുകൂല്യങ്ങളും ഇല്ലാതെ പോകേണ്ട ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും പുറകെ വരുന്ന ഒരുപറ്റം ചെറുപ്പക്കാരായിട്ടുള്ള യുവതികൾ, അവർക്ക് വേണ്ടി എന്താണ് ഈ നാട് അല്ലെ ഈ രാജ്യം ചെയ്യേണ്ടത്? ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കുക തന്നെയാണ് വേണ്ടുന്നത്. ഞങ്ങളുടെ 17 വർഷം പോയി, ഞങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ഇനിയും വരുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്ന രീതിയിലേക്ക് രാജ്യം വരണം. എങ്കിൽ മാത്രമേ ആ കുടുംബങ്ങളിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. എനിക്ക് മുമ്പേ സംസാരിച്ചത് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം, അതേ വിലക്കയറ്റം എല്ലാ രീതിയിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഓണറേറിയത്തെ എന്തിനു പിടിക്കുന്നു? രാജ്യത്തെ 10 ലക്ഷം വരുന്ന ആശമാർക്ക് വേണ്ടിയിട്ട് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ള ഒറ്റ മുദ്രാവാക്യം പോരെ? അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. ആ ഒറ്റ മുദ്രാവാക്യത്തിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആശമാരുടെ സേവനം വന്നു. ഇപ്പം എന്താ സ്ഥിതി? കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടുള്ള അശ്വമേധമടക്കമുള്ള, ലെപ്രസി സർവേ അടക്കമുള്ള, അതോടൊപ്പം തന്നെ നമുക്കറിയാം എല്ലാ വർഷവും വരുന്നതാണ് പൾസ് പോളിയോ പ്രോഗ്രാം. 5 വയസ്സിൽ താഴെയുള്ള 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ നൽകുന്നു. 3 ദിവസമാണ് ആ പ്രോഗ്രാം വരുന്നത്. അതിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് കേന്ദ്രം നൽകുന്നത് 75 രൂപയാണ്. അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ഈ നിരവധിയായിട്ടുള്ള ഓരോ പദ്ധതികൾ വരുമ്പോഴും താഴെത്തട്ടിൽ നടപ്പിലാക്കേണ്ടത് ആശമാരാണ്. അത് ഇന്ത്യയിലെമ്പാടും നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അമിതഭാരം കൊടുക്കുന്ന ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ പോകണ്ടേ? അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അതല്ല ഓണറേറിയം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനി വരുന്നവരും ഇതിനകത്ത് നിൽക്കുന്നവരുടെയും ഒരു സ്ഥിതി എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ? അവിടേക്കല്ലേ നമ്മൾ സമരം ഉന്നയിക്കേണ്ടത്? അവിടേക്കല്ലേ നമ്മൾ സമരങ്ങൾ നയിക്കേണ്ടത്? അതാണ് ഞങ്ങളുടെ ആശമാരുടെ ആവശ്യം.
ഡോക്ടർ സോയ കേട്ടല്ലോ, ഈ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് താല്പര്യമില്ലാതെ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നു എന്ന വിമർശനമാണ് നിങ്ങൾക്ക് നേരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉപാധിരഹിത ഓണറേറിയം പോലെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട്. രാജ്യത്തെ ഈ പറഞ്ഞ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ലേ കേരളം ഒരു ശരിയായ സമരത്തിന് തുടക്കം കുറിക്കേണ്ടത്? യോജിച്ച സമരമാണ് അവിടെ വേണ്ടത്. അതിൽ CIT-യും INTUC-യും അടക്കമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നോക്കൂ, കോൺഗ്രസ് സമരം ചെയ്യുന്നില്ല. കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയനായിട്ടുള്ള INTUC സമരം ചെയ്യുന്നില്ല. അവരടക്കമുള്ള ഒരു കോൺഫെഡറേഷൻ ട്രേഡ് യൂണിയൻ സംയുക്ത സംവിധാനം രാജ്യത്ത് നിൽക്കുന്നു. ഈ ഏറ്റവും മോശപ്പെട്ട ഒരു ലേബർ നിയമത്തിൻ്റെ പരിഷ്കാരമൊക്കെ വന്നപ്പോൾ വളരെ ശക്തമായി ആ നിലയുള്ളപ്പോൾ ആ സമരത്തിനേക്കാൾ അപ്പുറം കോൺഗ്രസിന് താല്പര്യം SUCI കൊണ്ടുവരുന്ന അവരോട് അനുഭാവം പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സമരമാണ് എന്ന് വരുന്നിടത്ത് തന്നെയാണ് ഇതിനെ നിങ്ങൾ പരിമിതപ്പെടുത്തുന്നത്. പല കാര്യങ്ങളിലും എന്ന പോലെ കേവലമായ സർക്കാർ വിരുദ്ധ മനോഭാവത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നൊരു നിങ്ങളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നൊരു പത്രം എഴുതിയതാണ്, നിങ്ങളുടെ ഈ സമരം ഏറ്റെടുക്കാമെന്ന് കോൺഗ്രസ് അറിയിച്ചു അത്രേ. അവർ പറഞ്ഞു വേണ്ട, തൽക്കാലം ഇങ്ങനെയൊക്കെയുള്ള പിന്തുണ മതി എന്ന് പറയുന്ന നില. അതേ പത്രം തന്നെ എഴുതുന്നു, നിയമസഭാ സമ്മേളനം എന്താ വീണ്ടും തുടങ്ങാൻ പോകുന്നു, അവിടെ ഇത് കത്തിക്കുന്നത് വരെ ഈ സമരം ഇങ്ങനെ. ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും ഇതിനകത്തില്ല എന്നല്ലേ ഇതൊക്കെ വായിക്കുന്ന വാർത്തകൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, ബോധ്യപ്പെടൂ. അതിനപ്പുറത്തേക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഇത്തരം മനുഷ്യൻ്റെ സമരങ്ങളോട് കോൺഗ്രസിനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയേണ്ട കാര്യം ഇതിലില്ല. അവരെയൊക്കെ കുറെ കൂടെ സ്ഥിര തൊഴിലാളികളായി തന്നെ അംഗീകരിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അടക്കം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ ഒരു നേതാവ് അൺഫോർച്ചുനേറ്റ്ലി ആ സമരത്തിൻ്റെ ഒരു സ്വയ ഞാൻ ഇടപെട്ട് തങ്ങളെ തടസ്സപ്പെടുത്തുകയല്ല, പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലും അവിടേക്ക് എത്തുന്ന നേതാക്കളും താങ്കൾ ഈ പറഞ്ഞ ഒരു വിശാലമായ സമീപനത്തിൻ്റെ 7 അയൽവക്കത്ത് പോലും വരുന്നില്ല. മനസ്സിലായില്ലേ? അവരിവിടെ ചുരുങ്ങി നിന്നിട്ട് ഇവിടെ സർക്കാരിനെ തമ്മിൽ തെറ്റിക്കാൻ ഇതിലെന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നതിനപ്പുറത്തേക്ക് ആ റിയൽ കോസിലേക്ക് ഒരു തരത്തിലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സ്വയ കുറച്ചുകൂടി വ്യത്യസ്തമായി പറയുന്നുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ്. അല്ല, ഇത്തരത്തിൽ ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ കൂടെ പങ്കുവെക്കുക. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകൾ CIT-യുടെ സംഘടനയിലുള്ളവരാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന നേതാക്കൾക്കും സംശയം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആശാവർക്കർമാർ ഉള്ളത് CIT-യുടെ സംഘടനയിലാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലൊരു സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നേരത്തെ ശ്രീ ഗോപിനാഥൻ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നും കൂടെ എടുത്ത് പരിശോധിക്കണം. അങ്ങനെ CIT-യെ പോലെയുള്ള ഒരു സംഘടന ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വന്ന് സമരം ചെയ്ത് പോകാമെന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അതങ്ങനെ ശരിയല്ല. അത് ഞങ്ങളെ പ്രകോപിപ്പിക്കും എന്ന് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു വെച്ചു. പ്രധാനപ്പെട്ട ഒന്നാണ്. INTUC-യെ കുറിച്ചല്ല പറഞ്ഞത്, ATUC-യെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല, ആ നിലയിലുള്ള ട്രേഡ് യൂണിയനുകൾ നിൽക്കുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലയിൽ ട്രേഡ് യൂണിയനുകൾ ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പ്രഭാവതിയോടും ചോദിച്ചു, ഞാൻ സ്വയോട് തന്നെയാണ് പ്രഭാവതിയോട് ഞാൻ ഇക്കാര്യം ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ആലോചിച്ചോ? അവർ പറഞ്ഞു ആലോചിക്കാൻ കഴിയുന്നില്ല, കാരണം വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അവരുടെ ലക്ഷ്യം മുഴുവൻ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാവുന്ന നിലയിലേക്ക് ഇത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചന്ദ്രൻ, ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാനാണല്ലോ പറഞ്ഞത്, ഞാനിവിടെ ജീവനോടെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആശാ വർക്കർമാരോ അല്ലെങ്കിൽ അൺഓർഗനൈസ് സെക്ടറിൽ റഫറൻഡോ ഇല്ല. തൊഴിൽ മേഖലയിൽ നിയമപരമായി റഫറൻഡോ ഉള്ള ഒരു ഉദാഹരണം എടുക്കുക, സ്വയൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ FACT ഒരു സ്ഥാപനം, അവിടെ 15% യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിതപരിശോധനയിൽ തൊഴിലാളി സംഘടനകളുടെ റെക്കഗ്നേഷൻ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോലെയല്ല, ട്രേഡ് യൂണിയൻ അങ്ങനെ ചില സംഗതികളുണ്ട്. ആ റെക്കഗ്നേഷൻ ഉള്ളതിൽ 2 യൂണിയനുകൾ INTUC-യും CIT-യും ഉണ്ടെന്ന് വെച്ചോ. മാനേജ്മെൻറ്റിനോട് ഒരു നോട്ടീസ് കൊടുത്തൊരു ഡിമാൻഡ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ചർച്ചയും സമരമൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് 2000 രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ റെക്കഗ്നേഷൻ ഇല്ലാത്തൊരു രജിസ്റ്റേർഡ് യൂണിയൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു 100 പേരുള്ളൊരു സംഘടന 10% അല്ലെങ്കിൽ 5% താഴെയുള്ള പിന്തുണ വരുന്നവർ നോട്ടീസ് കൊടുത്തൊരു സമരം ചെയ്ത് ഇൻക്ലാബ് നടത്തിയാൽ ഉടനെ മാനേജ്മെൻറ്റ് അവരെ വിളിച്ചിട്ട് നേരെ 21,000 രൂപ ഞങ്ങൾ നേരെ ഭയങ്കര 2000-ന് പകരം 5000 രൂപ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമോ? ഞാൻ ആ കോമൺ സെൻസ് വേണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്.
കോൺഗ്രസ് ഇതിനെ അല്ലല്ല, പിന്തുണയ്ക്കുമ്പോൾ അതൊക്കെ എനിക്ക് ആ മനസ്സിലായി. കോമൺ അതൊക്കെ സെൻസ് എനിക്ക് ഇരിക്കുന്നവർക്ക് മനസ്സിലായി. വേണമെന്നാ എനിക്ക് പറഞ്ഞത്. സംശയമില്ല. ഒരാഴ്ച ഞാൻ മുമ്പ് പറഞ്ഞ സമരം ചെയ്തവരാ തൊഴിലാളികളുടെയും CITU. യൂണിയൻ സംഘടനകളുടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അതേ പറഞ്ഞുള്ളൂ. കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ അതേ ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞത് ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്നതും CITUവിന്റെ ആൾക്കാരാണ്. ഇപ്പൊ കേരളത്തിലെ സർവീസ് സംഘടനകളും പിന്നെ ഇടതുപക്ഷ അനുകൂലമുള്ള ഇത്തരത്തിലുള്ള സംഘടനകളും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. നിങ്ങൾ ഈ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു കാലത്താണല്ലോ നിൽക്കുന്നത്. ഈ വാഴ്ത്തുപാട്ട് പാടി ഇങ്ങനെ CITUക്കാരും അല്ലെങ്കിൽ മറ്റെല്ലായിടങ്ങളിലും അത് ഏത് അസോസിയേഷൻ ആവട്ടെ, ഏത് യൂണിയൻ ആവട്ടെ, ഇടതുപക്ഷ അനുകൂല്യമുള്ള അല്ലെങ്കിൽ അഭിമുഖ്യമുള്ള മുഴുവൻ സംഘടനകളും ഇങ്ങനെ പിണറായി വിജയന് വാഴ്ത്തുപാട്ട് പാടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാർ നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓണറേറിയം തന്നില്ലെങ്കിലും ഇനി 10 മാസം കുടിശ്ശികയിട്ടാലും നിങ്ങൾ കമാ എന്നൊരു അക്ഷരം വിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ആശമാരെ കരുവാക്കേണ്ട കാര്യമുണ്ടോ? സംശയമല്ല ഞാൻ അല്ല, അതിന് പറഞ്ഞത്. ആശമാരെ നിങ്ങൾ പാടുന്ന കരുവാക്കേണ്ട കാര്യമുണ്ടോ? വാഴ്ത്തുപാട്ടോടൊപ്പം മറ്റുള്ളവരും പാടണം, അതിന് ശഠിക്കല്ലേ? അപ്പം ഇതിൽ 100 പേർക്കാണ് സ്വയം പിണറായിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിന് ഈ പാവം ആശമാരെ കരുവാക്കേണ്ട കാര്യമുണ്ടോ? അല്ല പാവം ആശമാരെ ആരും അവർ ന്യായമായ ആവശ്യങ്ങൾ നിങ്ങൾ തന്നെ ഈ ചർച്ചയ്ക്ക് മുൻപ് പറഞ്ഞു ന്യായമായ ആവശ്യങ്ങളാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചു. പക്ഷെ ആ ന്യായമായ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറയാൻ കഴിയാത്ത വിധം നിങ്ങളുടെ കാല് കെട്ടിയിട്ടിരിക്കുന്ന സംവിധാനമാണ് എന്നുള്ളത് തന്നെയാണ് സംശയം. അപ്പൊ അത് തീർച്ചയായും CITUവിൽ നിന്നുകൊണ്ട് പിണറായി വിജയന് നേരെ നിവർന്നു നിന്നുകൊണ്ട് ഇത് ആശാമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ 26,000-ൽ 26,000 അല്ലെങ്കിൽ 25,999 ആളുകൾ അത് നിങ്ങൾ CITUകാരാണെങ്കിൽ ഒരാൾക്ക് ആ വാഴ്ത്തുപാട്ട് പാടാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും, അയാൾ സമരം ചെയ്യുക തന്നെ ചെയ്യും, അതിനോടൊപ്പം കോൺഗ്രസ് നിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ സർവീസ് സംഘടനകളുടെ നിയമം പറഞ്ഞ് പിന്നെ CITUവിന് പ്രകോപനം അല്ല, ഈ കോൺഗ്രസിന് ഉണ്ടാക്കുന്നത് ആശാ വർക്കർമാരുടെ സംഘടനയുണ്ടോ? INTUC അതിലുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സമരത്തിന് ഇറങ്ങാത്തത്? അല്ല, INTUC അതിൽ പിന്നെ വലിയൊരു സംഘടനയായിട്ട് അതിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ CITU അതിന് ഏറ്റവും വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യത്തിലുള്ള സർക്കാരാണ്. അപ്പൊ അതിനനുസരിച്ച് ആശമാരുടെ കാര്യത്തിലൊക്കെ സ്വയുടെ വിമർശനത്തിന് അവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമുക്കറിയാം. പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങളും അത്തരത്തിലുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സ്വയ വിമർശിച്ചപ്പോൾ ശ്രീ ഗോപിനാഥൻ ഈ മേഖല കൂടി കടന്ന് വാഴ്ത്തുപാട്ടിലേക്കൊക്കെ പോകുന്ന ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് ചർച്ചയുടെ വിമർശന സ്വഭാവത്തെ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രവുമല്ല വീണ്ടും CITUവിന് അപ്പുറത്തും പോയി സമരം ചെയ്യാനോ എങ്കിലൊന്ന് കാണട്ടെ എന്ന മട്ടിൽ CITU നിൽക്കുന്നു. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ 999 പേരും നിങ്ങളുടെ ഒപ്പമാണെങ്കിലും ഒരാൾ എതിർത്താൽ ആ എതിർപ്പിനോട് അസഹിഷ്ണ ആ നിലയിലേക്കൊക്കെ ഉള്ളൊരു വിമർശനം ഡോക്ടർ സോയയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ ഗോപിനാഥൻ കേട്ടല്ലോ മറുപടി. അല്ല, ഞാൻ പറഞ്ഞ ഡോക്ടർ സോയ തിരുവനന്തപുരം ജില്ലക്കാരിയാണോ ഇനി അത് എറണാകുളം വടക്കൻ ജില്ലയാണോ എന്ന് എനിക്കറിയില്ല. ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവർക്ക് മിക്കവാറും അറിയാം തൊഴിലാളി പ്രസ്ഥാനമായിട്ടുള്ള CITU ആണ് ഏറ്റവും കൂടുതൽ സമരത്തിൽ അവിടെ പിണറായി ഉള്ളപ്പോഴും പിണറായി ഭരണത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വരുന്നത്. അപ്പോൾ ഭരണം ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് സമരം ചെയ്യുന്ന പ്രസ്ഥാനമല്ല ഞങ്ങളെ സോയയ്ക്ക് അധികം പരിചയമില്ലാന്ന് എനിക്ക് തോന്നുന്നു. CITUവിനെ എന്നെ പരിചയമില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. CITU ഒരു സമരപ്രസ്ഥാനമാണ്. CPIM എന്ന് പറയുന്നതും അത് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും യഥാർത്ഥത്തിൽ തൊഴിലാളി തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഒരുപാട് സമരങ്ങൾ ജീവിതാനുഭവങ്ങൾ വെച്ച് കൃഷിക്കാരനും തൊഴിലാളിക്കും ഒക്കെ വേണ്ടി ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഞങ്ങൾ വാഴ്ത്തുപാട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കും, പിന്നെ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ. INTUCയുടെ നേതാക്കന്മാരും AITUC BMSൻ്റെ നേതാക്കന്മാരും ഞങ്ങളോട് തമാശ മട്ടിലാണെങ്കിലും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊരു ദിവസം അവിടെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഒരു സ്ഥലം തരാനാണ് പറയാറ്. കാരണം അവർക്ക് സമരം ചെയ്യേണ്ടി വരാറില്ല. പിണറായി ഗവൺമെൻറ് നന്നായി ഭരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമരം ചെയ്യേണ്ടി വരാറില്ല. പക്ഷേ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കും കൂടി ഒരു ഇടം തരൂ എന്ന ഇടയ്ക്ക് പറയാറ്. അപ്പം ഞങ്ങൾ വാഴ്ത്തുപാട്ടല്ല, പിണറായി ഭരിക്കുകയാണ്. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ രണ്ടുപേരുടെ ഈ സമരത്തിന്റെ അവസ്ഥ നോക്കിയാൽ കോൺഗ്രസിന്റെ സ്ഥിതി പരിതാപകരമാണ്. അപ്പോൾ സർവീസ് സംഘടനകളെ കുറിച്ച് സ്വയം പറയുന്നു,
കോൺഗ്രസിൻ്റെ നിങ്ങൾ പറയൂ. കോൺഗ്രസിൻ്റെ സർവീസ് സംഘടന, ജീവനക്കാരുടെ സംഘടന, NGO അസോസിയേഷൻ്റെ സ്ഥിതി എന്താണ്? അത് പിളർന്നില്ലേ? അതല്ലേ ഈ അടുത്ത കാലത്തെ NGO അസോസിയേഷനുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്തയായി വന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ ഗോപിനാഥൻ, നിങ്ങൾ CITU എന്ന നിലയിൽ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചെറു ഗ്രൂപ്പിൻ്റെ സമരത്തിനപ്പുറം തന്നെ ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ടേക്കപ്പ് ചെയ്തിരുന്നോ? നേരത്തെ സമരം ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതേക്കുറിച്ച് പ്രഭാവതി കുറെ കൂടി വ്യക്തമായി പറയാൻ കഴിയുന്ന ആളുകൂടിയാണ്. അപ്പോൾ CITU സമര രംഗത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണോ ഇപ്പോഴത്തെ ഈ പറഞ്ഞ കേരള ആശാ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘം അവിടെ സമരവുമായി വന്നത്? ശ്രീ ഗോപിനാഥൻ, അതുകൂടി ഒന്ന് ചുരുക്കി. ഉറപ്പല്ലേ, ഇതെല്ലാം പത്രങ്ങളിൽ, എല്ലാ മാധ്യമങ്ങളും ഞങ്ങളുടെ സമരത്തോടോ വൻ തൊഴിലാളി സമരങ്ങൾ നടക്കുമ്പോഴൊന്നും അവർക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാറില്ല. ഞാനത് പത്രങ്ങളിൽ കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് 2023 മാർച്ച് മാസം 28, 29 തീയതികളിൽ നടന്ന ഒരു അഖിലേന്ത്യാ പണിമുടക്ക് നടത്തിയ ഈ തൊഴിലാളി, ഈ ആശാ വർക്കർമാരുടെ അടക്കം മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് പണിമുടക്കിയ ഏറ്റവും കൂടുതൽ ആശമാർ ആ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മുദ്രാവാക്യം വിളിച്ച സമരം ചെയ്ത തൊഴിലാളി സംഘടനകളെ എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കാനും അതിൽ അവർ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് CITU നേതാവായ എളമരം കരീമിനെ തേച്ചൊട്ടിക്കാനുമാണ് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ തയ്യാറായത്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കൈരളി, ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിലല്ലാതെ, മാധ്യമങ്ങളിലല്ലാതെ മറ്റു പത്രങ്ങളിൽ കാര്യമായിട്ട് വരുന്നില്ല. ചരമക്കോളത്തിൻ്റെ പ്രാധാന്യം തരുന്നത് ഞാൻ പറഞ്ഞല്ലോ, 10-ാം തീയതിയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ഈ SUCIയുടെ പേരിൽ, ആ സംഘടന തന്നെയാണോ എന്ന് എനിക്കറിയില്ല, അതുപോലെ ഒരു വിഭാഗം ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം നടന്നത്. അതിന് ഒരാഴ്ച പോലും ആവുന്നില്ല. 6ഉം 7ഉം തീയതികളിൽ DHSൻ്റെ മുമ്പിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി സമരം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത എളമരം കരീമാണ്. CITU ആണ് അതിനെ, ഫെഡറേഷനാണ്, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ആണ് നേതൃത്വം നൽകിയത്. ജനുവരി മാസം 20-ാം തീയതി തൊട്ട് 30, നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കോ, സെക്രട്ടേറിയറ്റിലെ കണക്കോ ഇവിടുത്തെ വിജിലൻസ് റിപ്പോർട്ടോ നോക്കിക്കോ, ജനുവരി 20-ന് ഏതാണ്ട് 6000-ഓളം വരുന്ന ആശമാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു ദിവസത്തെ സമരം നടന്ന് സഖാവ് TP രാമകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. LDFൻ്റെ കൺവീനർ അഥവാ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത്. നിരന്തരമായി ചെയ്തിട്ടുണ്ട്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ശക്തമായി സമരം നടത്തിയത് ഞങ്ങളല്ലേ? ഒരു നയാ പൈസയുടെ ഓണറിയം വർദ്ധിപ്പിച്ചില്ലല്ലോ. ഉമ്മൻചാണ്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ശക്തമായ സമരം നടത്തിയവരല്ലേ? മാറി. ശരി, ഇവിടെ പ്രഭാവതിയിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രീമതി പ്രഭാവതി, ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് നിങ്ങളുടെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് എന്താണ്? അതിൽ പങ്കാളികളായ ആളുകളൊക്കെ വളരെ, നിങ്ങൾ ഈ മൊത്തം ആളുകളുടെ എണ്ണം നോക്കിയാൽ വളരെ ചുരുങ്ങിയ നമ്പറേ ഉള്ളൂ. കാരണം ബഹുഭൂരിപക്ഷവും CITUക്കാർ തന്നെയാണ്. നിങ്ങളുടെ സംഘടന അത്ര വളരെ ശക്തമാണ്. ഇന്നടക്കം വളരെ ശക്തമായൊരു സമരരംഗത്ത് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ സമരം ചെയ്യുന്നത്. നേരത്തെ ഡോക്ടർ സോയെ സംസാരിച്ചപ്പോൾ ഈ വാഴ്ത്തുപാട്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു വാഴ്ത്തുപാട്ടിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഈ സമരം നടക്കുന്ന സമയത്ത് കാണുകയുണ്ടായി. മറ്റൊരു ചാനലിൻ്റെ ഇതുപോലത്തെ ചർച്ചയ്ക്ക് ശേഷം വന്നൊരു വീഡിയോയാണ്, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അതിൽ സംസാരിക്കുന്ന പേര് മിനി സമരസമിതി എന്ന് എഴുതി കാട്ടുന്നു. അത് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു വാഴ്ത്തുപാട്ടായിരുന്നു. UDF ഭരണകാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മിനിക്ക് അനുഭവപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ല അതെന്തോ ആവട്ടെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം, ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതിനകത്ത് പ്രഭാവതി ഒരു കാര്യം പറയുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് CITUവിൻ്റെ നേതാവാണ് എന്നും, ആ SUCIയുടെ നേതാവാണെന്നും, ആ SUCIയുടെ നേതാവാണ്, താങ്കൾ പത്തനംതിട്ടക്കാരിയാണ്, പത്തനംതിട്ടയിൽ തന്നെയുള്ള ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിന് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. അത് വളരെ ശക്തമായി തന്നെ അത് നിരാകരിച്ചും നിഷേധിച്ചും ഒരു നിയമ നടപടികളിലേക്ക് അവർ പോവുകയും ചെയ്തത്. മന്ത്രി ഇന്നത് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ച ആളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുള്ളത് അവർ പറഞ്ഞു. അതായിക്കോട്ടെ, നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അതപ്പോൾ അതാത് ബന്ധപ്പെട്ട കക്ഷികൾ തീർക്കട്ടെ, സ്വയം നമ്മുടെ വിഷയമല്ലല്ലോ. പക്ഷേ ഞാൻ അല്ല, ഏകപക്ഷീയമല്ല, ഉണ്ടായ വസ്തുതയാണ്. ഞാനതിൽ പറയാൻ ശ്രമിച്ചത്, പറഞ്ഞത് നന്നായി, ഞാനത് വിട്ടുപോയതാണ്. നേരത്തെ താങ്കൾ എളമരത്തെ പരാമർശിച്ചു, അതിന് മറുപടി ശ്രീ ഗോപിനാഥൻ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ പൊതുവായി പറയുന്നതാണ്, നിങ്ങളുടെ ഒരു കമൻറ്റിന് വേണ്ടിയല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ എളമരം കരീമിൻ്റെ ആ സമര സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം, നമ്മൾ ഈർക്കിലി പാർട്ടികളെന്നും ഈർക്കിലി യൂണിയനുകളെന്നും ഒക്കെ പറയുന്നത് കേരളത്തിലെ ഒരു ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെയാണ്. ഇത് സംശയമൊന്നുമില്ല. എന്തു ആവട്ടെ, അതിൽ വിമർശനവും ഉണ്ടാകും, സ്വാഭാവികം, ജനാധിപത്യപരമാണല്ലോ, വിമർശനമാകാം. പക്ഷേ
കേരളത്തിൻ്റെ ഒരു മന്ത്രിക്ക് നേരെ, ഒരു സ്ത്രീക്ക് നേരെ അവരുടെ ഭർത്താവ് വീട്ടിൽ ചെന്നപ്പോൾ ആട്ടി ഓടിച്ചു എന്ന നിലയിലേക്കൊരു ആക്ഷേപം ഉന്നയിക്കുക, അത്ര ശക്തമായി തന്നെ അതിനെ നിഷേധിച്ച് അപ്പോൾ തന്നെ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ഞാൻ എൻ്റെ മാധ്യമ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇതേപോലെ തന്നെ ശക്തമായി അതിനെയും പക്ഷപാതപരമാണ്, പക്ഷപാതരഹിതമായിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത് എന്ന നിലയിൽ സമീപിക്കണ്ടേ? എന്തുകൊണ്ട് അതിനെ താഴേക്ക് മാറ്റുന്നു? അപ്പോൾ ഇത് പ്രശ്നം തന്നെയാണ്. കേരളത്തിലെ ഈ വിഷയങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളുടെ സമീപനത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത്, പ്രഭാവതിയുടെ ഈ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരത്തെ സമരവും സ്വഭാവവും താങ്കളുടെ അനുഭവവും എല്ലാം ചേർത്ത് പ്രഭാവതി. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാകുന്നതിന് മുമ്പ് 5 വർഷക്കാലം ആറന്മുള MLA ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി നമ്മുടെ ലോകമെമ്പാടും പടർന്നു പിടിച്ചിട്ടുള്ളത്. അന്നൊക്കെ ഞങ്ങളുടെ ആശമാരുടെ കൂടെ തന്നെ, ആശമാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിന്ന ഒരു MLA ആയിരുന്നു ശ്രീമതി വീണ ജോർജ്. ആശ എന്താണെന്ന് മിനിസ്റ്ററെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം നമ്മുടെ എല്ലാ രീതിയിലും നമുക്കൊപ്പം നിന്നിട്ടുള്ള ഒരു മിനിസ്റ്ററാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം അത് ഞങ്ങൾ തള്ളിക്കളയുവാണ്. ഒരിക്കലും ഞങ്ങളെ കാണാതോ ഞങ്ങളെ കേൾക്കാതോ മിനിസ്റ്റർ പോയിട്ടില്ല. അതിനൊരു കാര്യം പറഞ്ഞു, ഈ ഒക്ടോബർ 16-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്തൊരു സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അത് ശൈലി സർവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ സർവേയിൽ ഞങ്ങൾക്ക് അനുയോജ്യമായ കൂലിയില്ല, അല്ലെങ്കിൽ യഥേഷ്ട സമയം ലഭ്യമാകണം എന്നുള്ള ഡിമാൻഡൊക്കെ വെച്ചിട്ടായിരുന്നു അന്നൊരു സമരം നടത്തിയത്. ഈ സമരം നടന്നു, നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ പറയുന്ന SUC അടക്കം INTUC അടക്കം ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾ CITക്കാരെ മാത്രമേ ചർച്ചയ്ക്ക് വിളിക്കുകയുള്ളൂ എന്ന്. ഇപ്പം ഞങ്ങളടുത്ത് വിളിച്ചു വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, എല്ലാവരെയും വിളിച്ചോ, ഉത്തരവാദിത്തം വേണം, എല്ലാ സംഘടനയും വിളിച്ചോ, അല്ലെ അവരെ വിളിക്കേണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അവരും കൂടെ വന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി ചർച്ച നടന്നു. ശൈലി സർവേക്ക് ഞങ്ങൾക്ക് അനുയോജ്യമായ കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മാസം 2000 രൂപ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്ന രീതിയിലേക്ക് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ആ ഒരു ആലോചന അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിക്കെതിരായിട്ട് വരുന്ന പ്രസ്താവന നമ്മൾ പാടെ തള്ളിക്കളയാണ്. ഇത് വ്യക്തിപരമായി ആരോപണം ഉന്നയിക്കാനും കരിവാരി തേക്കാനും ഒക്കെ ഉള്ളതാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം. നമ്മുടെ അനുഭവം അതാണ്. പ്രത്യേകിച്ചും ഞാൻ ആറന്മുള മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് മിനിസ്റ്ററുടെ ഈ പറഞ്ഞിട്ടുള്ള ആരോപണം ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ആര് ചെന്നാലും അവരുടെ കേൾക്കാനും അവരെ കഴിയുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വനിതാ മന്ത്രിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഏതായാലും ഇന്ന് മന്ത്രി ഇതേക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, ഈ പുതിയ മോദി സർക്കാരിൻ്റെ വരവിന് ശേഷം ദില്ലിയിൽ പോയുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവതരിപ്പിച്ചത് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രം വരുത്തിയിട്ടുള്ള വലിയ കുടിശ്ശികയെക്കുറിച്ചായിരുന്നു. ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞതുമായിട്ടുള്ള വിഷയം ഇതാണ് എന്ന് കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതുകൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട, കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആശാ വർക്കർമാർ ഇവിടെ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ അടക്കം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട. പക്ഷേ 1 രൂപ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകാതെ കുടിശ്ശിക വരുത്തിയിട്ടും ഓണറേറിയം രാജ്യത്ത് ഏറ്റവും അധികം നൽകുന്നു. ആ കുടിശ്ശിക പോലും 2 മാസത്തിനപ്പുറം പോകാത്ത വിധം നൽകുന്നു. അത് ഇപ്പോൾ ജനുവരി മാസം വരെയുള്ളത് പൂർണ്ണമായും കൊടുത്തു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് രാജ്യത്ത് ആശാ വർക്കർമാരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിലേക്കല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു പൊതുചിന്ത വളരേണ്ടത്. അതിന് വിഘാതമാകുന്നത് സങ്കുചിത കേരള രാഷ്ട്രീയ താല്പര്യം മാത്രമാണോ, പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു സർക്കാർ വിരുദ്ധ മനോഭാവമാണോ എന്ന പ്രശ്നം വളരെ ശക്തമായി നിഴലിക്കുന്നത് അവിടെയാണ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. ഡോക്ടർ സോയ ജോസഫ്, രാജ്യത്താകെ ഈ സംസ്ഥാനങ്ങളിൽ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊതു രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കാത്തതും അതിനുവേണ്ടി വളരെ സ്പഷ്ടമായ നിലപാട് സ്വീകരിക്കാത്തതും?
മുൻപിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഇപ്പോൾ 2014 മോദി സർക്കാർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന UDF സർക്കാരും കേന്ദ്രത്തിൽ UPA സർക്കാരുമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ, അവരെ തൊഴിലാളികളായി അംഗീകരിപ്പിക്കാൻ രണ്ടിടത്തും ഒരുപോലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും എന്തേ കോൺഗ്രസും UDFും തയ്യാറാകാതിരുന്നത്? ഇവിടെ ഇപ്പോൾ SUCയുടെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെയൊക്കെ കേരളത്തിന് നല്ല ധാരണയുള്ളതാണ്. അങ്ങനെ അതിലൊരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു സമരത്തോടൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, പരിമിതിയിലേക്ക് വല്ലാതെ നിങ്ങൾ ചുരുങ്ങിയിട്ടില്ലേ? മൂന്നാമത്തെ പ്രധാന കാരണം അല്ലെങ്കിൽ അടുത്തൊരു പ്രശ്നം, ഈ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കണം എന്ന ശക്തമായ ആവശ്യം എന്തുകൊണ്ടാണ് UDF MPമാർക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയത്? ഇപ്പോൾ കേന്ദ്രമന്ത്രിയോട് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ചെയ്ത കാര്യം, ചർച്ചയിൽ ഉന്നയിച്ച കാര്യം പറഞ്ഞല്ലോ. അതുപോലെ കേരളത്തിലെ UDF MPമാർ ചെയ്ത ഒരു നടപടി ഈ ചർച്ചയുടെ ഭാഗമായി ഡോക്ടർ സോയയ്ക്ക് അവതരിപ്പിക്കാമോ, പറയാമോ? ആദ്യം ചോദിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇത് പ്രാബല്യത്തിൽ വരുന്ന ഒരു സമയത്ത് അതിനുശേഷമൊക്കെ ആശമാരുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന സ്കീമുകളും ഒക്കെ വളരെ പരിമിതമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു സംവിധാനമായി അത്തരം ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ അവരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള അന്നത്തെ കാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെമ്യൂണറേഷൻ അവർക്ക് നൽകുകയും അത്തരത്തിലൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോരുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്നത് പോലെ 2015 ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് കോവിഡ് സമയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് ഇങ്ങോട്ട് ഈ ജീവിതശൈലി ഇത്തരത്തിലുള്ള നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയും അല്ലെങ്കിൽ വീടുകളുമായി ബന്ധപ്പെട്ട്, പൾസ് പോളിയോയുമായി ബന്ധപ്പെട്ട്, മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ പല സ്കീമുകളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇവരുടെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അന്നുണ്ടായിരുന്ന ഒരു വർക്ക് ലോഡ് അല്ല ഇപ്പോഴുള്ള ഒരു വർക്ക് ലോഡ്. ആ വർക്ക് ലോഡുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക്, ഒരു ഭാരിച്ച വർക്ക് ലോഡിലേക്ക് അവർ മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് നൽകേണ്ടതും ഇതൊരു ന്യായമായ കാര്യമാണ്. സംശയമൊന്നുമില്ല. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അംഗീകരിക്കപ്പെടണം. അത് തീർച്ചയായും ഞാൻ ഈ പറയുന്നത് അവിടെയാണ് എന്റെ ചോദ്യം. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? UDF MPമാർ എന്ത് ചെയ്തു? ഏത് സർക്കാരാണെങ്കിലും ഇത് അങ്ങേറ്റം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും വാദിക്കുന്നു. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറയുന്ന KC വേണുഗോപാൽ അടക്കമുള്ള MPമാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പാർലമെന്റ് ശശി തരൂരും KC വേണുഗോപാലും അടക്കമുള്ള MPമാർ ഈ സമരപ്പന്തലിൽ വന്ന് പറഞ്ഞ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അവരെ തെരഞ്ഞെടുത്തയച്ചത് ലോക്സഭയിലേക്കാണ്. ആ ലോക്സഭയിൽ പോയി അവരെന്തു ചെയ്തു? കേന്ദ്ര സർക്കാരിനോട് എങ്ങനെ ഇക്കാര്യത്തിൽ ഇടപെട്ടു? ഒരു കേസ് മതി, ഒരൊറ്റ കേസ് താങ്കൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാമോ, പറയാമോ? അല്ല, കോൺഗ്രസ് ഈ രാജ്യത്ത് BJPക്കെതിരെ സംസാരിക്കുന്നില്ല. ഞാൻ ഈ വിഷയമാണ് സ്വയ, എനിക്ക് അതിലൊന്നും സംശയമില്ല. കാര്യമല്ലേ ഈ വിഷയത്തിൽ എന്തു ചെയ്തു? രാഷ്ട്രീയ വാദത്തിലേക്ക് വയനാട്ടിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധി, ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ, മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ്, തിരുവനന്തപുരത്തു നിന്നുള്ള ശശി തരൂർ, ഞാൻ സീനിയർ MPമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ചെയ്തത്? ഞാൻ ഈ പറയുന്നത് ഒരു കത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചുരുക്കലുകളും വലിയ എല്ലാവരും വിമർശിക്കുന്നതാണ്. മുന്നോട്ട് വെക്കുന്ന ഉദ്യോഗസ്ഥ വിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സംശയമില്ലേ അങ്ങനെ ഒരു കാര്യത്തിൽ കോൺഗ്രസ് നിരന്തരം സംസാരിച്ചു. അവിടെ എന്ത് ചെയ്തു? കേരളത്തിൽ നിന്ന് പോയ വളരെ പ്രഗത്ഭരായ ഈ MPമാർ ഈ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്തു ചെയ്തു? കേരളത്തിന്റെ തലസ്ഥാനത്ത് വന്ന് സമരപ്പന്തലിൽ വന്ന് കണ്ണീർ വീഴ്ത്തുന്ന ഈ MPമാർ എന്തു ചെയ്തു? ഞാൻ വീണ്ടും ചോദിക്കും, അവർ ചെയ്തത് എന്താണെന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ബാധ്യതയുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ എന്തു ചെയ്തു? കത്ത് കൊടുത്തോ? ഇടപെട്ടോ? ചോദ്യം ചോദിച്ചോ? അല്ല, അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടോ എന്നുള്ളതല്ല. അത് മോശം കാര്യമാണ്. അത് മോശമാണോ സ്വയ? അതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ശശി തരൂർ പറഞ്ഞ എന്താണെന്ന് അറിയോ? കേരളവും കേന്ദ്രവും കൂടെ അങ്ങ് പരിഹരിച്ചു തീർത്തോണമെന്ന്. അങ്ങനെയാണോ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത്? ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്ന ലോക്സഭയിലെ MPമാർ എന്തേ ഒരു കുഞ്ഞു കത്ത് പോലും അയക്കാതിരുന്നത്? എന്തേ ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ
ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് ശരി. ശ്രദ്ധിക്കപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളുമായി സമയം വൈകിട്ടില്ല, ഇനി ചെയ്താലും മതി. സമയം വൈകിട്ടില്ല. സോയ പറയണം, ഈ ചർച്ചയുടെ ഒരു പൊതു സ്പിരിറ്റ് സോയ MP-മാർക്കോട് പറയുക. ഇനിയെങ്കിലും പാർലമെന്റിൽ പോകുമ്പോൾ, ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വേണ്ടി ചോദ്യം ചോദിക്കാനും കത്ത് കൊടുക്കാനും മറുപടി വാങ്ങിച്ചെടുക്കാനും ഇനിയെങ്കിലും ചെയ്യാൻ ആ MP-മാരോട് താങ്കൾ പറയുക. യെസ്, താങ്ക് യു ശ്രീ ഗോപിനാഥൻ. താങ്ക് യു. ശരത്ചന്ദ്രൻ, നിങ്ങളിപ്പോ ശരത്ചന്ദ്രൻ ഇപ്പൊ ഒടുവിൽ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇതുവരെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് പോട്ടെ, ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സമരത്തെ പിന്തുണച്ച് ഇവിടെ വർത്തമാനം പറഞ്ഞ് അവരെ ചാട് കയറ്റുന്നതോടൊപ്പം അത് കയറ്റിക്കോ. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ദൗത്യമാണല്ലോ. ആശാവർക്കർമാർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ആശാവർക്കർമാരും ഇടതുപക്ഷത്തിനെ തള്ളി പറയുന്ന ഞാൻ കണക്കാക്കുന്നില്ല. ഈ സമരത്തിൽ ഇരിക്കുന്നവർക്ക് പോലും അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ ഒരു പൊളിറ്റിക്കൽ നീക്കമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസ് ഇവിടെ വന്ന് അങ്ങനെ പറയുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിലും, ഞാൻ പ്രിയപ്പെട്ട സോയ ഒന്ന് കേൾക്കൂ ദയവ് ചെയ്ത്. ഇനിയാണെങ്കിലും, നേരത്തെ പറഞ്ഞത് പോട്ടെ, ഇനിയാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. ഇപ്പൊ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചാലും ആരോഗ്യമന്ത്രി പറയുന്നത് കേരളത്തിന്റെ ധനസ്ഥിതി വെച്ചിട്ടല്ലാതെ ഓണറിയം ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിയണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു, ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ടിട്ടുണ്ട്. NHM തരാനുള്ള ആശയ്ക്ക് വേണ്ടി കൂടി കേരള ഗവൺമെന്റ് മുടക്കിയിട്ടുള്ള ഇൻസെൻറ്റീവിൻ്റെ പഴയകാലത്തെ കുടിശ്ശിക തന്നെ ഇത്രയുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും തന്നാൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ സൊല്യൂഷൻ അതാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ MP-മാർ ഈ സമരത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ സമരം ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് ഇവർക്ക് വരാൻ നിർവാഹമില്ലെങ്കിൽ പോലും കേരളത്തിന് വേണ്ടി ആരോഗ്യ മേഖലയിലെ ജീവൻ കൊടുക്കുന്ന ഈ ആശമാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യണം. അതിന് കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവണം. അത് K. രാധാകൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ കഴിയണതല്ല. ഞങ്ങളുടെ പരിമിതി ഞങ്ങൾ പറയുന്നു. ഏതായാലും ആ നിലയിലേക്ക് ഈ വിഷയത്തിന്റെ വസ്തുത, നമ്മുടെ മുമ്പിലെ ശരിയായ കണക്കുകൾ, അതിനിടയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ രാഷ്ട്രീയ താല്പര്യങ്ങൾ, സങ്കുചിത താല്പര്യങ്ങൾ, അതിനിടയിലെ വിശാല ഗൗരവമായ പ്രശ്നങ്ങൾ, രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ, ആശാപ്രവർത്തകർ നേരിടുന്ന ശോചനീയമായ അവരുടെ ജീവിതാവസ്ഥ, അതിൽ തന്നെയും ഏറ്റവും മികച്ച ഓണറേറിയം നൽകുന്ന രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം അത് നമ്മുടെ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ മികവിൽ നിന്നുകൊണ്ട് തന്നെ കേരളം പറയുന്നു, ഇവരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം. മറ്റ് സംസ്ഥാനങ്ങൾ കേരളം നൽകുന്നതുള്ള ഓണറേറിയത്തിലേക്ക് വരണം. കേരളത്തിന് നൽകേണ്ട 100 കോടിയോളം കുടിശ്ശിക ഉടൻ കേന്ദ്ര സർക്കാർ നൽകണം. ഇവരുടെ ഓണറേറിയം കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നതിനടക്കം സഹായകരമായ നിലയിലേക്കുള്ള വലിയ പിന്തുണ രാജ്യത്തിൻ്റേത് ആവശ്യമുണ്ട് എന്ന വസ്തുതയാണ് ഇക്കാര്യത്തിലെ യഥാർത്ഥ പ്രശ്നം എന്ന് ഒരുപക്ഷെ കുറേ പ്രേക്ഷകർക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുന്നു.